കോക്രോച്ച് ജനതാ പാർട്ടി പാറ്റകൾ സമരം ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ഒരു സമരം തീർന്നു. എല്ലാവരും നാട് വിടുന്ന ഒരു സ്ഥിതിയിലേക്കാണോ പോകുന്നത്? പാറ്റകളുടെ കാര്യം വളരെ ഗതികെട്ട അവസ്ഥയിലാണ് എന്നുള്ളതാണ്. ഇപ്പോൾ അടുത്തൊരു വീഡിയോ വന്നിരുന്നു. ആ വീഡിയോയ്ക്കകത്തുള്ള കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തതാണ്. അവിടെ മഴ പെയ്യുന്നു. ഡൽഹിയിൽ മഴയാണ്. മഴ പെയ്യുമ്പോഴത്തേക്കും ഒരു ടാർപോളിൻ കെട്ടണം. ടാർപോളിൻ കെട്ടാനായിട്ട് പോലീസിൻ്റെ അടുത്ത് അനുമതി ചോദിക്കുന്നു. പോലീസ് പറഞ്ഞു, ഇവിടെ ഞങ്ങൾ ഓൾറെഡി ഒരു ഇത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് കെട്ടുന്നതിനെ പറ്റിയുള്ള അനുമതി നമുക്ക് ആലോചിച്ചിട്ട് നൽകാം എന്ന് പോലീസ് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് വിലക്കൊന്നുമില്ല. അവർക്ക് വേണമെങ്കിൽ കെട്ടാവുന്നുള്ളതുമാണ്. പക്ഷേ അവിടുത്തെ സുരക്ഷാ കാര്യങ്ങളും മറ്റുള്ളതുമൊക്കെ അനുവദിച്ചതിന് ശേഷം മാത്രമേ ടാർപോളിൻ കെട്ടാൻ പറ്റുകയുള്ളൂ. കാരണം ഒരു പബ്ലിക് പ്ലേസിൽ എന്തെങ്കിലും ഒരു താൽക്കാലിക നിർമ്മിതിയായാലും താൽക്കാലികമായിട്ടൊരു സാധനം കെട്ടാനായാലും അനുമതി വേണമല്ലോ. അപ്പോൾ അതിന് പ്രോസസ്സുണ്ട്. അതെല്ലാ അനുമതിയും പോലീസല്ല നൽകുന്നതെന്ന് ഇരിക്കെ അവിടെ ചെന്ന് പോലീസിൻ്റെ മുമ്പിൽ ചെന്ന് വലിയ ഷോയാണ് കാണിക്കുന്നത്. അത് കാണിക്കുന്നത് അഭിജിത്ത് ദീപ്കെയാണ് കാണിക്കുന്നത്. അഭിജിത്ത് ദീപ്കെ ചെന്നിട്ട് അവരോട് സംസാരിക്കുകയാണ്, പോലീസുകാരോട് സംസാരിക്കാൻ നേരെ ചെന്നിട്ട് പോലീസിൻ്റെ കാലിൽ വീഴുകയാണ്. അത് നിൽക്കുന്ന ഒരു കോൺസ്റ്റബിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. തൊപ്പി കണ്ടിട്ട് കോൺസ്റ്റബിൾ ആണെന്ന് തോന്നുന്നു. നേരെ ചെന്നിട്ട് അയാളുടെ കാലിൽ വീഴുന്നു. അപ്പോൾ അയാൾ പിടിച്ചേൽപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ മുഖത്തിങ്ങനെ തൊടുക. അപ്പോൾ ഇങ്ങനെ വന്ന് കാല് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തടയുകയാണ്. അപ്പം മുഖത്താണ് കൈ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. കൈ അടിക്കുന്നൊന്നും അല്ല, വെറുതെ കൈ ഇങ്ങനെ വെക്കുകയാണ്, തടയാൻ വേണ്ടി ശ്രമിക്കുകയാണ്, തോളിലേക്ക് കൈ ഇങ്ങനെ വെക്കാൻ നേരത്ത്. അപ്പോൾ അവിടെ പറഞ്ഞു, എന്തിനാണ് സാർ അടിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് എന്നെ അടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ അയച്ചു പോവുകയാണ്. വീഡിയോ കാണുന്ന ഏതൊരു മനുഷ്യനും അറിയാം അടിക്കുന്നതല്ല, ഇയാളെ തടയാൻ ശ്രമിക്കുന്നതാണ്. കാല് പിടിക്കാൻ നോക്കിയപ്പോൾ തടയാൻ ശ്രമിക്കുന്നതാണ്. ഇതിന് വലിയ രീതിയിൽ പബ്ലിസിറ്റി കൊടുക്കാൻ ശ്രമിച്ചു. പൊളിഞ്ഞ് പണ്ടാരടങ്ങി നാണം കെട്ടുപോയി. ആരും വാർത്തയാക്കിയില്ലെന്നാണ്. ഈ സമരത്തിൻ്റെ തുടക്കത്തിൽ ആദ്യം വലിയ ഇത് വരുന്നു, കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രൊട്ടസ്റ്റ് നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. അവിടെ മീഡിയ എല്ലാം ചെല്ലുന്നു. അവിടെ ചെന്ന് വേഷം കെട്ടി നിൽക്കുന്ന ആൾക്കാരെയൊക്കെ കണ്ടപ്പോൾ തന്നെ ഓരോരുത്തരെടുത്ത് ഓരോ ചോദിക്കുമ്പോൾ അവർ ചീത്ത വിളിക്കുന്നുണ്ട്. അവർ ഈ പറയുന്ന ആസാദിയുടെ മുദ്രാവാക്യമാണ് വിളിക്കുന്നത്. എന്തിൽ നിന്ന് ആസാദി ചോദിക്കുമ്പോൾ മറുപടിയില്ല. നീറ്റിൻ്റെ ഫുൾ ഫോം ചോദിക്കുമ്പോൾ അതറിയില്ല. CBSEയുടെ ഫുൾ ഫോം അറിയില്ല. എന്തിനാണ് നിങ്ങൾ സമരം ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അറിയില്ല. ഒരു വകയും അറിയില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ദീപ്കയോട് തന്നെ ഒരു മാധ്യമപ്രവർത്തകർ ചോദിക്കുകയാണ്, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്, രാജിവെച്ച സിസ്റ്റം മാറുമോ, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമോ ചോദിച്ചു. നിങ്ങൾ ഏത് മീഡിയയാണ്? അപ്പോൾ അയാൾ പറയാം, ഞാൻ മധ്യപ്രദേശിൽ നിന്നുള്ള ഒരു ലോക്കൽ ന്യൂസിൻ്റെ ആളാണ് എന്ന് പറയുന്നുണ്ട്. ഇയാൾ മിക്കവാറും യൂട്യൂബറോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഉടനെ വലിയ പ്രശ്നമാണ് ഇയാൾക്ക് എന്നുള്ളതാണ്. ഇത് മറുപടിയില്ലാത്ത ചോദ്യങ്ങളാണ്. ചോദ്യങ്ങൾക്ക് ചോദിക്കുമ്പോൾ അതിനൊന്നും മറുപടിയില്ല എന്നുള്ളതാണ് ഇവരുടെ അവസ്ഥ. ഇനി അടുത്ത് അവിടെ വാങ്ചുക്ക് നിരാഹാരം കിടക്കുന്നുണ്ട്. വാങ്ചുക്ക് അവിടെ നിരാഹാര പന്തലിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ താഴെ കുറച്ച് പാറ്റകളുണ്ട്. ഇവരിരുന്നിട്ട് ഭക്ഷണം കഴിക്കുക. അവർ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ വ്ളോഗ് കൂടി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഈ പാവം മനുഷ്യൻ അവിടെ പട്ടിണി കിടന്ന് പണ്ടാരം അടങ്ങിയിരിക്കുകയാണ്. പാവം മനുഷ്യൻ്റെ മറ്റൊരു ഫോട്ടോ കൂടി കാണണം. സോനം വാങ്ചുക്ക് ആരോടൊപ്പം നിൽക്കുന്ന ഫോട്ടോയാണ് വെളിയിൽ വന്നതെന്നറിയാം. മുഹമ്മദ് യൂനുസ് ആരാണ്? ബംഗ്ലാദേശിൻ്റെ നേരത്തെ താൽക്കാലിക ഒരു ഭരണ സംവിധാനത്തിൻ്റെ മുഖ്യ ഉപദേശകനായിരുന്ന ആൾ. ഇയാൾ എന്തായിരുന്നു? ഡീപ് സ്റ്റേറ്റിൻ്റെ പ്രധാനപ്പെട്ട ആൾ. അവിടുന്ന് അമേരിക്ക പറഞ്ഞിട്ട് അധികാരത്തിലേക്ക് കൊണ്ടുവരുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഹിന്ദു വംശഹത്യക്കൊക്കെ നേതൃത്വം കൊടുത്ത സംഘടനയുടെ ആളായിട്ട് അവിടെ അധികാരത്തിൽ ഇരുന്ന ആളാണ് ഈ പറയുന്ന മുഹമ്മദ് യൂനുസ്. ഇതൊക്കെയാണ് അയാളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാവുമല്ലോ. ഈ പറയുന്ന അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്നത് AAPയുടെ ഈ മീഡിയ കോർഡിനേറ്റർ, അതിൻ്റെ പരസ്യ ചുമതലയൊക്കെ ഉണ്ടായിരുന്ന ആളാണ് എന്നുള്ളതും എല്ലാവർക്കും അറിയുന്നില്ല. വൻ പരാജയമായിപ്പോയി. അവിടെ ഒരു മനുഷ്യനില്ല, ആൾക്കാരില്ല. നേരത്തെയൊക്കെ കുറച്ച് പേരുണ്ടായിരുന്നു. ആദ്യം ഈ പറയുന്ന സാറ്റലൈറ്റ് മീഡിയയൊക്കെ ഉണ്ടായിരുന്നു, ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ ക്യാമറയൊക്കെ വെച്ച് ആദ്യത്തെ 2-3 ദിവസമൊക്കെ ഉണ്ടായി. നോക്കിയപ്പോൾ ആളുകളില്ല എന്നുള്ളത് മാധ്യമങ്ങൾക്ക് മനസ്സിലായി. ഇത് പൊളിയാൻ പോവുകയാണെന്നും മനസ്സിലായി. അതുകൊണ്ട് ഈ മാധ്യമങ്ങൾ ഈ വാർത്ത കൊടുക്കുന്നത് മതിയാക്കിയിട്ട് സ്ഥലം വിട്ടു. പിന്നെ കുറച്ച് യൂട്യൂബർമാരൊക്കെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇവന്മാരെ ട്രോളി വ്ളോഗ് ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന കുറേ ആൾക്കാർ. അപ്പോൾ ഇവന്മാരത്തെ നിന്ന് ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കും, പൊട്ടത്തരം വിളിച്ച് പറയുമ്പോഴത്തേക്കും തീരും ഇവരുടെ അവസ്ഥ എന്നുള്ളതാണ്. ഒരു കോക്രോച്ചിൻ്റെ മുമ്പൊരു വീഡിയോ, ഈ കോക്രോച്ചൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതേ സംഭവമുള്ള ഒരു കക്ഷിയുടെ അടുത്ത് ചെന്ന് ചോദിക്കുകയാണ്, എന്താണ് മോദിയുടെ പ്രശ്നം? മോഡി GDP തകർത്തു. എന്താ GDPയുടെ ഫുൾ ഫോം അറിയാമോ? അറിഞ്ഞൂടാ. എത്രയായിരുന്നു നേരത്തെ എന്നറിയാമോ? അറിഞ്ഞൂടാ. ഇപ്പോൾ എത്രയാണെന്നറിയാമോ? അറിഞ്ഞൂടാ. ഇതാണ് നിങ്ങളുടെയൊക്കെ അവസ്ഥ. യാതൊരു രാഷ്ട്രീയ ധാരണയില്ല. എന്താണ് ഇന്ത്യ എന്നറിയില്ല. ഇന്ത്യയുടെ ചരിത്രം അറിയാമോ? ഇല്ല. ഇന്ത്യയുടെ രാഷ്ട്രീയ പാരമ്പര്യത്തെപ്പറ്റി അറിയാമോ? ഇല്ല. ഇന്ത്യയുടെ സംസ്കൃതിയെപ്പറ്റി അറിയാമോ? ഇല്ല. ഇന്ത്യയുടെ സംസ്കാരത്തെപ്പറ്റി അറിയാമോ? ഇവിടുത്തെ സാമൂഹിക ഘടന അറിയാമോ? അറിയില്ല. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെ പറ്റി അറിയാമോ? അറിയില്ല. രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ ആരൊക്കെയാണെന്ന് അറിയാമോ? അറിയില്ല. രാഷ്ട്രീയ പാർട്ടികളുടെ ഫുൾ ഫോമെങ്കിലും അറിയാമോ? അറിയില്ല.
ദിവസവും പത്രം വായിക്കാറുണ്ടോ? ഇല്ല. ഒരു വകയും അറിയില്ല. റീല് കാണും, റീലെടുക്കും, ചുമ്മാ അഭിപ്രായം പറയും. ഇതൊക്കെയാണ് പാറ്റകളുടെ പ്രശ്നം എന്ന് പറയുന്നത്. പാറ്റകളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളെ പറ്റിയിട്ട് പറയില്ല, ഒന്നിനെ പറ്റി അറിയില്ല. ഇതിപ്പോൾ കുറേ ഫണ്ട് കിട്ടുന്നുണ്ട് എവിടെ നിന്നൊക്കെയോ, ആ ഫണ്ടുകൾ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഈ വന്ന ആൾക്കാരൊക്കെ എവിടെ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ വന്നു. നമ്മൾ ഈ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ പല തലത്തിൽ പല രീതിയിൽ ഇപ്പോൾ മറിച്ച് കളയും, ഇപ്പോൾ ഇവിടെ ഭരണമാറ്റം ഉണ്ടാക്കും, ഞങ്ങൾ അധികാരത്തിലേക്ക് വരും എന്നൊക്കെ പറഞ്ഞ് വന്നവരാ. എവിടെ പോയി ആൾക്കാരൊക്കെ? അത് വാസ്തവം എന്താണെന്ന് പറഞ്ഞാൽ സത്യം മാത്രമേ ജയിക്കുകയുള്ളൂ. അസത്യം കൊണ്ട് എത്രയൊക്കെ കോട്ട കെട്ടിയാലും അത് പൊളിഞ്ഞു വീഴുക തന്നെ ചെയ്യും. ഇരുട്ട് കൊണ്ട് ഓട്ടയടയ്ക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ്. ഇരുട്ട് കൊണ്ട് ഒരു വലിയ കൊട്ടാരം നിങ്ങൾ രാത്രിയിൽ ഉണ്ടാക്കുകയാണ്. സൂര്യ വെളിച്ചം വന്നു കഴിയുമ്പോൾ തകർന്നു പോയില്ലേ? ബാക്കി ഉണ്ടാവില്ലല്ലോ. അത് മാത്രമാണ് അസത്യങ്ങൾ പ്രചരിപ്പിക്കുന്നവർ, അസത്യത്തിൻ്റെ മേൽ മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നവർക്കൊക്കെ തകർച്ചയേ ഉണ്ടാവുകയുള്ളൂ. അതിന് കാരണം എന്താണ്? ഈ രാജ്യം എങ്ങനെ മുന്നോട്ട് പോകുന്നു, എങ്ങനെ വികസിക്കുന്നു, എന്തൊക്കെ കാര്യങ്ങൾ നടത്തുന്നു, എന്തൊക്കെയാണ് ജനങ്ങൾക്ക് സംഭാവന ചെയ്യുന്നത്, അവരുടെ പുരോഗതിക്ക് ക്ഷേമത്തിനൊക്കെ വേണ്ടിയിട്ട് എന്ത് കാര്യം ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് വിശാലമായ ബോധ്യം ഇവിടെ ഭരിക്കുന്നവർക്കുണ്ട്. അതില്ലാതെ ഏതെങ്കിലും ഒരു കാര്യമായ കാര്യത്തെ പറ്റിയിട്ടാണ് ഇവർ പ്രതികരിക്കുന്നത് എങ്കിൽ ശരി, അതിനെ അനുകൂലിക്കാൻ കഴിയും. എന്തെങ്കിലും വളരെ പ്രസക്തമായിരിക്കണമായിരുന്നു. ഇപ്പോൾ UPA സർക്കാർ ഭരിച്ചു. ആ സമയത്ത് പ്രസക്തമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അഴിമതി ഉണ്ടായിരുന്നു, കെടുകാര്യസ്ഥതയുണ്ടായിരുന്നു, കൊള്ളയുണ്ടായിരുന്നു. എത്ര അഴിമതിയാണ് ഉണ്ടായിരുന്നു. ഭീകരാക്രമണങ്ങൾ തുടർക്കഥയായിരുന്നു. ആ സമയത്താണ് അണ്ണാ ഹസാരെ സമരത്തിന് വേണ്ടി വരുന്നത്. അണ്ണാ ഹസാരയുടെ സമരം വിജയമായിരുന്നു. അണ്ണാ ഹസാരെ കൃത്യമായൊരു സന്ദേശമാണ്. അതാണ്, അങ്ങനെ ഒരു കോസ് ഉണ്ടായിരിക്കണം. ഒരു കാരണമില്ലാതെ നിങ്ങൾ എന്ത് പ്രതികരിക്കാൻ ഇറങ്ങുന്നു എന്നുള്ളൊരു ചോദ്യം വരും. ആ ചോദ്യം വരുമ്പോഴത്തേക്കുമാണ് പ്രശ്നം പറ്റുന്നത്. നിങ്ങൾ രാജ്യത്തിന് പ്രോ ഇന്ത്യ ആണോ? നിങ്ങൾ ഇന്ത്യക്കൊപ്പമാണോ നിൽക്കുന്നത്, അതോ ഇന്ത്യക്കെതിരെയാണോ നിൽക്കുന്നത്? ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കേണ്ടി വരും. ഇന്ത്യക്കൊപ്പമാണെങ്കിൽ ഇന്ത്യ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളെ ഓരോന്നോരോന്നായിട്ടെടുത്ത് വിലയിരുത്തൂ. അതിലെ തെറ്റുകൾ നിങ്ങൾ പറയൂ. നീറ്റിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. നീറ്റിൻ്റെ പ്രശ്നം ഉണ്ടായപ്പോൾ എന്താ ചെയ്തത് സർക്കാർ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നു. അതിൻ്റെ സുരക്ഷാ ചുമതല സൈന്യത്തെ, അർദ്ധസൈനിക വിഭാഗത്തെ ഏൽപ്പിക്കുന്നു. അത് മേൽനോട്ടത്തിന് വേണ്ടിയിട്ട് വിദഗ്ധരായ ആൾക്കാരെ നിയമിക്കുന്നു, പ്രശ്നം പരിഹരിക്കുന്നു. അതാണ് ചെയ്തതല്ലേ? അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും, ഏതെങ്കിലും തരത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാവാതിനുള്ള പഴുതുകളെല്ലാം അടച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇതാണല്ലോ ഈ പറയുന്ന സർക്കാർ ചെയ്യുന്ന കാര്യം. അപ്പോൾ സർക്കാർ കൃത്യമായിട്ട് ഇടപെടുന്നു. അപ്പോൾ അവിടെ പ്രശ്നം പരിഹരിക്കപ്പെടുക. നിങ്ങൾ ഉയർത്തുന്ന പ്രശ്നം എന്താണോ അത് പരിഹരിക്കും. അവിടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, മറ്റ് ഇവർക്ക് സമരം ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. എത്ര കാലം കൊണ്ട് രാഹുൽ ഗാന്ധി പറയുന്നു യുവാക്കളെ ഇറങ്ങൂ, നിങ്ങൾ കലാപം നടത്തുന്നു. എന്നിട്ട് പേരിൽ കലാപം നടത്തണമെന്ന്. രാഹുൽ ഗാന്ധി എന്നിട്ട് ഇപ്പോൾ എവിടെയാണ്? വിദേശത്ത് പോയിട്ട് തിരിച്ചു വന്നു എന്ന് കേൾക്കുന്നു. വന്നു കഴിഞ്ഞാൽ തന്നെ ഇവിടുത്തെ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കും, പ്രത്യേകിച്ച് മലയാള മാധ്യമം. രാഹുൽ ഗാന്ധി മോദിക്കെതിരെ ആഞ്ഞടിച്ചു. ആ വാർത്ത നമ്മുടെ അരിച്ചു പറക്കും. എന്താ ആഞ്ഞടിച്ചത്? എന്ത് കാര്യത്തിലാണ് ആഞ്ഞടിച്ചത്? ആഞ്ഞടിച്ചത് എന്താണെന്നൊന്ന് പറയൂ. അതിൽ പറയുന്നുണ്ടാവില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയങ്ങൾക്കെതിരെ ആഞ്ഞടിച്ചു. ഏത് നയത്തിനെതിരെയാണ് ആഞ്ഞടിച്ചത്? ആഞ്ഞടിയൊക്കെ നടക്കുന്നുണ്ടല്ലോ, അത് എന്താണെന്ന് കൂടെ ഒന്ന് പറയൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മറുപടി ഉണ്ടാവാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ അപ്പോൾ ആ പോകുന്നത്. രീതിയിൽ നോക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിയെ പോലെ തന്നെ ഈ ആദ്യം ഇവർ വരുന്ന സമയത്ത്, ആദ്യത്തെ ആ ഒരു സമര സമയത്ത് കുറച്ചുണ്ടായിരുന്ന ആളുകളിൽ നിന്ന്, അതിൽ നിന്നും ആളുകൾ പോയി 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 ഇപ്പം ആകെ വിരലിൽ എണ്ണാവുന്ന കുറച്ച് ആളുകൾ മാത്രം ആ വളരെ ഒരു കുറച്ച് ആൾക്കാരേ ഉള്ളൂ. കാരണം ഇത് സമരപന്തലിലേക്ക് വന്നു. ഒരു കോസ് ഉണ്ടാവേണ്ട ഒരു കാരണം അതില്ല. ഒന്നാമത്തെ കാര്യം, ഒരു തൊഴിലാളി പ്രശ്നമായിരിക്കണം, ഇല്ലെങ്കിൽ സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമായിരിക്കണം, ഇല്ലെങ്കിൽ വിലക്കയറ്റമായിരിക്കണം, ഇല്ലെങ്കിൽ ആഭ്യന്തര സുരക്ഷിതത്വത്തിൻ്റെ പ്രശ്നങ്ങളായിരിക്കണം, ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാമൂഹ്യ പ്രശ്നങ്ങളുണ്ടായി അതിൻ്റെ ആയിരിക്കണം. അങ്ങനെയൊന്നും ഇവിടെ ഉണ്ടാകുന്നില്ല. ഇവിടെ കലാപം ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങളില്ല. വലിയ കലാപം ഉണ്ടാക്കിയല്ലോ മണിപ്പൂരിൽ. എന്തു പറ്റി? പരാജയപ്പെട്ടു പോയില്ലേ? ഒരുപാട് ആൾക്കാർ ശ്രമിച്ചിട്ടല്ലേ ആ കലാപം ഉണ്ടാക്കിയത്. ഈ വിദേശ ശക്തികൾ മൊത്തം കിടന്ന് ശ്രമിച്ചല്ലോ. അതിലൊരുത്തരല്ലേ ഇപ്പോൾ വാൻ ഡൈക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നോർത്ത് ഈസ്റ്റിലെ കലാപം ഉണ്ടാക്കാമെന്ന വിദേശി അകത്ത് കിടക്കുകയല്ലേ. മിസോറാമിലായിരുന്നു. മണിപ്പൂരിൽ കുറേയൊക്കെ നടത്തി ഇവർ കലാപം. എന്നിട്ട് അതുകൊണ്ട് വല്ലതും നേടാൻ കഴിഞ്ഞോ? കലാപം കൊണ്ട് നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള തെറ്റിദ്ധാരണയാണ്. കൊന്നുകൊണ്ട് തിരുത്താം എന്ന് മനുഷ്യൻ തീരുമാനിച്ചിരുന്നെങ്കിൽ, അങ്ങനെ തീരുമാനിച്ചിരുന്ന കാലഘട്ടത്താണ് ലോക മഹായുദ്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. കൊന്നുകൊണ്ട് തിരുത്താൻ കഴിയുമായിരുന്നുവെങ്കിൽ ലോകത്തുള്ള ഒരു മൊത്തം ജിഹാദികളുടെ മതത്തിലേക്ക് മാറേണ്ടി വരില്ലായിരുന്നു. അന്ന് അവർ വാളെടുത്ത് തുടങ്ങിയതല്ലേ. എത്ര നൂറ്റാണ്ടായി വാളെടുത്ത് തുടങ്ങിയിട്ട്? അതിനു മുൻപ് മനുഷ്യൻ കൊന്നുകൊണ്ട് ജയിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ, കലാപം നടത്തി ജയിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ എത്ര ആയിരം യുദ്ധങ്ങൾ, എത്ര ലക്ഷം യുദ്ധം ഭൂമിയിലുണ്ടായി. എന്നിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാനോ തിരുത്താനോ കഴിഞ്ഞോ? കുരിശുയുദ്ധം ഉണ്ടായില്ലേ?
മാറ്റമുണ്ടായോ? ഇല്ലല്ലോ. ഈ പറയുന്നതെല്ലാം പോട്ടെ, 2 ലോകമഹായുധങ്ങളുണ്ടായില്ലേ? എന്നിട്ട് എവിടെയെങ്കിലും തിരുത്തപ്പെട്ടോ എന്തെങ്കിലും? 2 അണുബോംബ് വിട്ടില്ലേ? എവിടെയെങ്കിലും തിരുത്തപ്പെട്ടോ? കൊലപാതകം കൊണ്ടോ കലാപം കൊണ്ടോ എന്തിനെയെങ്കിലും തിരുത്താമെന്നുള്ളത് മിഥ്യാധാരണയാണ്. എവിടെയെങ്കിലും അതിനുള്ള ശ്രമം ഉണ്ടായാൽ പോലും അത് പരാജയപ്പെടില്ല. ഇല്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു കലാപമില്ലെങ്കിൽ ഒരു അക്രമം കൊണ്ട് എന്തിനെങ്കിലും നേരിടണമെങ്കിൽ അത് അതിനും രൂക്ഷമായ, അത് അക്രമത്തിനെയും കലാപത്തിനേക്കാൾ അതിരൂക്ഷമായ പ്രശ്നമായിരുന്നാൽ മാത്രമേ അതുകൊണ്ടെങ്കിലും നേരിടാൻ കഴിയുള്ളൂ. പക്ഷെ അതിൻ്റെ ആവശ്യം വരില്ല. അതുകൊണ്ട് ഒന്നിനും നേരിട്ട് പരിഹാരം കാണാൻ കഴിയില്ലെന്ന്. എത്ര വലിയ പ്രശ്നം, അത് ഗാന്ധിജി തെളിയിച്ചു തന്നതല്ലേ. നിങ്ങൾ എത്ര വലിയ പ്രശ്നം ഉണ്ടെങ്കിലും അക്രമം കൊണ്ട് നേരിടാമെന്ന് വിചാരിച്ചാൽ പാടാണ്. അക്രമത്തിനെ പ്രതിരോധിക്കാം. ഒരാൾ ആക്രമിക്കാൻ വരികയാണെങ്കിൽ പ്രതിരോധിക്കാൻ കഴിയും. അത് പ്രത്യാക്രമണമാണ്. പ്രത്യാക്രമണം നടത്തി പ്രതിരോധിക്കാം. പ്രതിരോധമാണ് നടത്തുന്നത്. അപ്പോഴും അതിനെ ആക്രമണം എന്ന് വിളിക്കാൻ കഴിയില്ല. അക്രമിയെ പ്രതിരോധിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ആക്രമണം നടത്തി എവിടെയെങ്കിലും വിജയിക്കാൻ കഴിയുമോ? അത് കഴിയില്ല എന്നുള്ളതാണ്. കലാപം നടത്തിക്കൊണ്ട് അധികാരം പിടിക്കുക എന്നുള്ള രാഹുൽ ഗാന്ധിയുടെ തെറ്റിദ്ധാരണയാണ്. അത് മാറിക്കൊണ്ടിരിക്കുന്നു. ദീപ് കെയും സോനം വാങ്ചുക്കും അടക്കമുള്ള ആൾക്കാർ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. തങ്ങളുടെ പ്രത്യയശാസ്ത്രം തെറ്റാണ് എന്ന്, പ്രത്യയശാസ്ത്രം ഇല്ല, അത് വേറെ കാര്യം. പിന്നെ അവർ മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ കാര്യങ്ങളും തെറ്റാണ് എന്നുള്ള കാര്യത്തിനകത്ത് സംശയമില്ല. ഇനി ഏതാണ് ഇവർ നടത്തുന്ന പ്രവർത്തനം? അതിനിടയ്ക്ക് ഈ വാങ്ചുക്കിനെ എടുത്തുകൊണ്ട് വന്ന് വെയിറ്റൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. 58 കിലോ വെയിറ്റ് കുറഞ്ഞു, ഒരാഴ്ചയിലേറെയായി ഞങ്ങളിവിടെ പട്ടിണിയാണ്. ഈ സമരമൊന്ന് അറസ്റ്റ് ചെയ്യുന്നില്ല, പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല. ഇവരിങ്ങനെ കിടക്കുകയാണ്. അയാൾ ഇത് മടുക്കുമ്പോഴത്തേക്ക് ഈ സമരം പൊളിഞ്ഞു പോവുകയാണ് ചെയ്യാൻ പോകുന്നത്. പൊളിഞ്ഞ് തകർന്ന് തരിപ്പണമാകുകയാണ് ചെയ്യാൻ പോകുന്നത്. അല്ലാതെ ഇതിനൊരു ശരിയായിട്ടുള്ള ഒരു ദിശാബോധമില്ല, ഒരു കാര്യവുമില്ല, കാരണവുമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിന് നിലനിൽക്കാൻ കഴിയില്ല. വ്യക്തമായ കാരണമുണ്ടായിരിക്കണം ഒരു സമരത്തിന്. ഇല്ലെങ്കിൽ ആ സമരം കൊണ്ട് യാതൊരു ഫലവും ഉണ്ടാകില്ല എന്നുള്ളത്. പ്രശ്നങ്ങളില്ലാത്തടത്ത് പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അതൊരു പ്രശ്നമായി മാറാനും ആ പ്രശ്നം ഇല്ലാതായി പോകാനേ സാധ്യതയുള്ളൂ. അത്രയാണ് ഇതിനകത്ത് സംഭവിക്കുന്നത്. ഇവിടെ ഒരു പ്രശ്നവും ഇല്ല. ആ പ്രശ്നം ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഇവർ ശ്രമിക്കുന്നു. അവരുണ്ടാക്കുന്ന പ്രശ്നം കുറച്ച് കഴിയുമ്പോൾ ഇല്ലാതായി പോകും. അത്രയേ ഉള്ളൂ. അപ്പോൾ പ്രശ്നങ്ങൾ വീണ്ടും ഇല്ലാതായി എന്നുള്ള അവസ്ഥയിലേക്ക് മാറുകയുള്ളൂ. ഏതായാലും പാറ്റകൾ ഇനിയിപ്പോൾ അഭിദീപ് കെയ്ക്ക് ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. തിരിച്ച് അമേരിക്കയിലേക്ക് പോകേണ്ടി വരും. അമേരിക്കയിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് എന്നാണ്. പക്ഷെ അവിടെ ചെന്നാൽ അവിടുത്തെ ജോലിയൊക്കെ ഇനി കാണുമോ എന്നുള്ളത് അറിയില്ല. ഏതായാലും അവരുടെ ഇൻ്റലിജൻസും അന്വേഷിക്കുമല്ലോ. നോക്കുമ്പോൾ അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയതിന് ഇവിടെ വന്ന് ഇവിടെ സിറ്റിസൺഷിപ്പ് ഉണ്ടാക്കിയെടുത്താൽ ഇവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിരിക്കുമോ വരുന്നത് എന്നൊക്കെയുള്ള ഭയം ഉണ്ടായിരിക്കും. അയാൾ വന്ന് ഇറങ്ങുമ്പോൾ അയാൾ വിചാരിച്ചു അറസ്റ്റ് ചെയ്യുമായിരിക്കും. ഒന്നും അറസ്റ്റ് ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. ഇപ്പോൾ വലിയ ഒന്നയിൽ കോടിക്കണക്കിന് ആൾക്കാരല്ലേ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയിൽ ഉണ്ടായിരുന്നത്. അതിൻ്റെ ഫോളോവേഴ്സായിട്ടുണ്ടായിരുന്നത്. അന്നേ നമ്മൾ പറഞ്ഞുവല്ലോ, ഇവിടുത്തെ മീഡിയകളിലെല്ലാം പറഞ്ഞല്ലോ, പാകിസ്ഥാനിൽ നിന്ന് എത്ര 70%, 80%, അതുപോലെ 90%, ബാക്കി ബംഗ്ലാദേശിൽ നിന്ന്, പിന്നെ ഇവിടെയുള്ള കുറച്ച് ആൾക്കാർ. എന്നിട്ട് അവർ പോലും വന്നില്ലല്ലോ. എന്തിനേറെ CPMകാരോ കോൺഗ്രസ്സുകാരോ പോലും ഇവരോടൊപ്പം നിൽക്കുന്നില്ലല്ലോ. കാര്യമില്ലാത്ത, രാഷ്ട്രീയ ബോധ്യമില്ലാത്തതിൻ്റെ പ്രശ്നമാണ് ഇതെല്ലാം സംഭവിച്ചത്. ഏതായാലും ദീപ് കെയും കൂടെയുള്ള പാറ്റകളും നാട് വിടാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. അതുടനെ തന്നെ സംഭവിക്കുകയും ചെയ്യാം. അതിൻ്റെ വീഡിയോകളൊക്കെയാണ് ഇപ്പോൾ വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്. കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെക്കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷേ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക. നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ. അവിടെയും ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.